ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മൾ ഹെയർ കെയർ തുടങ്ങിയിട്ടുണ്ട്. ഹെയർ കെയർ തുടങ്ങിക്കഴിഞ്ഞ് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ മാറി. അപ്പോൾ നമ്മൾ മുടി സംരക്ഷിക്കാത്തതാണ് നമ്മുടെ മുടി കൊഴിച്ചിലിനുള്ള മെയിൻ കാരണം എന്ന് മനസ്സിലായി. അഴുക്കുമൊക്കെ ആയിട്ട് മുടി അങ്ങ് നടക്കും, എണ്ണ വയ്ക്കത്തില്ല, ഉടക്കം ഇറക്കത്തില്ല. നമ്മൾ അമ്മമാരൊക്കെ വഴക്ക് പറയത്തില്ലേ, മുടി കണ്ടില്ല, ഉടക്കവും ഇറക്കത്തില്ല, ചെമ്പന കണക്ക് കിടക്കുക, പാറി പറന്ന്. ഇച്ചിരി എണ്ണ എടുത്ത് അങ്ങോട്ട്, ഞങ്ങളുടെ അമ്മയൊക്കെ പണ്ട് പറയായിരുന്നു, ചൂട്ടടുത്തൂടെ പോയാൽ മുടി അങ്ങ് കത്തിപ്പിടിക്കുമല്ലോ, ഇച്ചിരി എണ്ണയൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ പറയും കേട്ടോ. അപ്പൊ അതുപോലെയൊക്കെ മുടി സംരക്ഷിക്കാതിരിക്കുന്നത് കൊണ്ടാണ് മുടി പൊഴിയുന്നത്, താരൻ വരുന്നത് എന്നുള്ള കാരണം എല്ലാവരും മനസ്സിലാക്കാം. അപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് മുടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസമായി നമ്മൾ സംരക്ഷിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, എണ്ണ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട് എണ്ണ. ഇനിയിപ്പോൾ കേരളത്തിലെല്ലാം നമുക്ക് ലോക്ക്ഡൗൺ, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് കൊണ്ട് പോസ്റ്റ് ഓഫീസ് ഒന്നും അവധിയാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി എൻക്വയറി ചെയ്തു. അപ്പോൾ അവർക്ക് പോസ്റ്റ് ഓഫീസ് ഒന്നും അവധിയില്ല, പോസ്റ്റ് ഓഫീസൊക്കെ ലോക്ക്ഡൗൺ ആണെങ്കിലും വർക്കിംഗ് ആണ്. നിങ്ങളും ഒന്ന് അന്വേഷിച്ചോളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൊറിയർ ഇന്ന് ഞാൻ അയച്ചില്ല, കാരണം ഞങ്ങൾക്ക് ഒന്ന് വിചാരിച്ചു ഇപ്പൊ ലോക്ക്ഡൌൺ ആയിരിക്കും, അയക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അന്വേഷിച്ചപ്പോൾ അയക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ നാളെ എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ട് അയച്ചു തുടങ്ങാം കേട്ടോ. പക്ഷെ പതിവിലും കുറച്ചും കൂടെ ലേറ്റ് ആകും, എന്നാലും സാരമില്ല, നമുക്ക് എത്തുമല്ലോ, ഓരോരുത്തർക്ക് ആ ഒരു സമയത്തിനുള്ളിൽ എത്തിച്ചേരുമല്ലോ. അപ്പൊ ഞാൻ എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് ഇന്ന് മുതൽ പാക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പൊ ക്യാഷ് അയച്ചിട്ടുള്ള എല്ലാവർക്കും നാളെ അയക്കുന്നതാണ്. കുറച്ച് അയക്കാം, കാരണം ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒരു 25-30 ഒരു 30 എന്നുള്ള ലിമിറ്റിൽ നമുക്ക് വെക്കാം. ദിവസം 30 എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് അയക്കാം. ആരും പേടിക്കണ്ട, നിങ്ങൾ അയച്ചിട്ടുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. ഓക്കെ. അപ്പൊ നമ്മുടെ ഹെയർ കെയർ നമ്മളെല്ലാവരും ഇന്നലെ ഹെന്ന ഓൺ വിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹെന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഹെന്ന പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനും ഇന്നലെ രാത്രി നല്ല കട്ടി തേയില വെള്ളത്തിൽ നല്ല രീതിയിൽ ഹെന്നയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. അത് എന്നെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് പണിയും കൂടെ ഉണ്ട്, കുറച്ചൊരു മിനുക്ക് പണിയും കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് എങ്ങനെയാണ് ആ മിനുക്ക് പണി എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ യൂഷ്വലി ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തലയോട്ടിയിൽ രാവിലെയും രാത്രിയും മസാജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയ രീതിയിൽ ഒരു എണ്ണ നമ്മുടെ തലയിലുണ്ടാവും. മസാജ് ചെയ്യാൻ പറയുമ്പോൾ ജസ്റ്റ് കൈയുടെ തുമ്പ് വെച്ചൊന്ന് മസാജ് ചെയ്തിട്ടേ ഉള്ളൂ. രാത്രി മസാജ് ചെയ്ത് കിടന്നിട്ടുണ്ട്, രാവിലെയും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറിയ രീതിയിൽ നമ്മുടെ തലയിൽ എണ്ണ ഉള്ളപ്പം എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി. ചില പേര് കണ്ടിട്ടില്ലേ, എണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി അങ്ങ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകും, അവർ തൊടാൻ പോലും പറ്റാത്ത രീതിയിലാവും. അപ്പൊ അങ്ങനെയൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു എണ്ണമയം ഉള്ളത്, നല്ലതാണ്. ചിലർ വിചാരിക്കും അങ്ങനെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ തലയിൽ സ്റ്റെയിൻ നിൽക്കത്തില്ലയോ, ആ കളർ നിൽക്കത്തില്ലയോ എന്ന് നോക്കണം. ഫസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഹെന്ന ഇടുമ്പം ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് കളർ കിട്ടത്തില്ല. നമുക്ക് ഈ നീലയമരിയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും, ഇനി വരുന്നുള്ള എല്ലാ ആഴ്ചകളിലും നമ്മൾ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അടുത്ത ആഴ്ചയും ഈ സമയമാകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നീലയമരി ഇട്ട് കൊടുക്കും. അപ്പൊ പലർക്കും അറിയില്ല, ഞാൻ ഈ പറഞ്ഞിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ എന്റെ കൂടെ എല്ലാവരും അങ്ങ് പോകും, പിന്നെ അവർ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിരുത്തി എല്ലാവരും നിർബന്ധിപ്പിച്ച് കൂടെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച ഈ സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും നീലയമരി തലയിൽ അപ്ലൈ ചെയ്യും. നല്ല ഒരു ഇൻഡിഗോ പൗഡർ വാങ്ങിച്ചു വെക്കുക. എന്നോട് ഷൈനിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നല്ല നീലയമരിയുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ മാർക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, തൃശ്ശൂരൊക്കെ അവൈലബിൾ ആണെന്ന് പറയുന്നു. ഗ്രീൻ മാർക്ക്, അതാണ് ആ ഒരു നീലയമരിയുടെ പേര്. അത് കിട്ടുന്നവരാണെങ്കിൽ അതൊന്ന് വാങ്ങിച്ചു വയ്ക്കുക. നല്ല നീലയമരിയാണ്. ഇല്ലാത്തവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാനും എൻ്റെ കയ്യിൽ ഒരു നീലയമരി ഉണ്ട്, നല്ല പ്യുവർ പച്ച കളർ. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മുടിയിൽ പിടിക്കുക. ചിലർക്ക് നല്ല നീലയമരി ഇട്ടാൽ പോലും മുടിയിൽ പിടിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ എണ്ണയൊക്കെ ഡൈയൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും ആ ഒരു സ്റ്റെയിൻ പിടിക്കാത്തത്. എനിക്ക് പക്ഷെ പെട്ടെന്ന് പിടിക്കാറുണ്ട് കേട്ടോ. ലോക്കൽ നീലയമരി ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച് തേച്ചാൽ പോലും എൻ്റെ തലയിൽ കളർ പിടിക്കാറുണ്ട്. ഒരു 1-2 വെള്ളം മുടി ഉള്ളതിലും തലയിൽ പിടിക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ ചിലർക്ക് കുഴപ്പമില്ല, ചിലർക്ക് നല്ല ബ്രാൻഡ് വാങ്ങണം. ഗ്രീൻ മാർക്ക് വളരെ നല്ലൊരു ബ്രാൻഡാണെന്ന് പറയുന്നു, നല്ല പോലെ സ്റ്റെയിൻ പിടിക്കുമെന്ന്. അപ്പൊ ഗ്രീൻ മാർക്ക് കിട്ടുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ചു വെച്ചേട്ടെ. എനിക്ക് എൻ്റെ കയ്യിൽ ലിങ്ക് ഒന്നുമില്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയായ ഷൈനിക്കുട്ടി പറഞ്ഞതാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കുക കേട്ടോ. ആ ഒരു ഗ്രീൻ മാർക്കിന്റെ ഇൻഡിഗോ പൗഡർ. ഷൈൻ ചേച്ചിക്ക് താങ്ക്സ് പറഞ്ഞു തന്നതിന്. അപ്പോൾ അത് വാങ്ങിച്ചു വെച്ചേക്കാം. പിന്നെ പലരും വേറൊരു കാര്യം കൊണ്ട് എന്നോട് പറയാറുണ്ട്. ഞാൻ പറയുമ്പോൾ എല്ലാം വിശദമായിട്ടാണ് പറയുന്നത്, ക്ഷമയോടെ എപ്പോഴും പറയുന്ന പോലെ കേൾക്കണം.
ലൈക്ക് ഒക്കെ ചെയ്തിട്ട് കേട്ടോളൂ കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കേട്ടോളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, പലരും ഇനി ഈ ഒരു വീഡിയോയുടെ താഴെ പലരും കമന്റ് എന്ന് പറയും, താങ്കൾക്ക് കറുത്ത മുടിയില്ലല്ലോ, വെള്ള മുടിയില്ലല്ലോ, പിന്നെ തങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ വെള്ള മുടിയുള്ള ആരെങ്കിലും തൂക്കിയിട്ട് വരാൻ പറ്റുമോ? നമ്മൾ വിളിച്ച ആരെങ്കിലും, പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് ആരെങ്കിലും നമ്മൾ വിളിച്ചാൽ വെള്ള മുടി കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമോ? എൻ്റെ ഉച്ചിയിൽ 1, 2, 3 വെള്ള മുടികളുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഞാൻ കറക്റ്റായിട്ട് ഹെന്നയും ഇൻഡിഗോയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് 40, അടുത്ത ജൂൺ 25 ആകുമ്പോൾ എനിക്ക് 40 ഇയേഴ്സ് ആകുന്നു. അപ്പോൾ 40 ഇയേഴ്സ് ആയിട്ടും എൻ്റെ 1, 2 വെള്ളമുടികളെ വന്നിട്ടുള്ളൂ എങ്കിൽ ഹെന്നയും ഇൻഡിഗോയും എന്തുമാത്രം വർക്കൗട്ട് ആകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കുറ്റം പറയുന്നവർ വന്ന് കുറ്റം പറയാനായിട്ട് നിൽക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹെന്ന എങ്ങനെയാണ് പ്രിപ്പയർ വെച്ചേക്കുന്നത് നോക്കാം. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു സാധനം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അത് നോക്കിയിട്ട് വരും ആദ്യം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മിക്സ് ഇതേ കണ്ടോ, രാത്രി ഫുള്ള് ഞാൻ നല്ല കട്ടിക്ക് തേയില വെള്ളത്തിൽ കുഴച്ച് വെച്ചേക്കുവാണ്. തേയില വെള്ളവും 1 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. നല്ല പോലെ ആ ഒരു ഇത് മാത്രം മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഈ ഒരു തിക്ക് ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇതിനകത്തേക്ക് നിങ്ങൾ കണ്ടോ, ഈ സൈഡിലേന്നേ കണ്ടോ, ഈ ഇരുമ്പ് ചട്ടിയിൽ വെച്ചത് കൊണ്ടാണ് ഇതുപോലെ ഇരുമ്പ് സത്ത് ഇറങ്ങുന്നത്. ഇത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്, ഇതുപോലെ ഇരുമ്പ് സത്ത് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, മുടി ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള മുടിയാണ്, ഹെന്ന ഇടുമ്പം ഭയങ്കര ഡ്രൈ ആകുന്നു എന്ന് തോന്നുന്നു, അധികം വെള്ളമുടി ഇല്ലാത്തവരാണെങ്കിൽ ഒരു സ്പൂണ് എണ്ണയും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. കാരണം അധികം വെള്ളമുടിയുള്ളവരാണെങ്കിൽ ഒരുപാട് എണ്ണ ചേർത്താൽ പിടിക്കില്ല, അതുകൊണ്ടാണേ. അല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഒരു മുട്ട എന്ന് പറയുന്നത് തികച്ചും ഓപ്ഷണലാണ്. ചിലർക്ക് മുട്ട ഇഷ്ടം ഉണ്ടാവണം എന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ഈ മുട്ട ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ മുട്ട നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പക്ഷേ മുട്ട എണ്ണയുടെ കൂടെ ചേരുന്ന സമയത്ത് മുടി ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകത്തില്ല. ഇതിനകത്ത് മുട്ടയുടെ മഞ്ഞ ഉള്ളത് കൊണ്ടും പിന്നെ മുടിക്ക് ഭയങ്കര ഹെൽത്തിയാണ് മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുട്ട ഇതിനകത്ത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, ഒരുപാട് അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്. ഈ കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പോഴായിരിക്കും നമ്മുടെ മുടിയിൽ നല്ല സ്റ്റിക്കായിട്ട് ഒട്ടിപ്പിടിച്ച് ഇരിക്കുക. കുറേ നേരം നിൽക്കുമ്പോൾ പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ ഹെന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു കോമ്പൊക്കെ വാങ്ങിച്ചു കേട്ടോ. കാരണം കോമ്പല്ല, ബ്രഷൊക്കെ വാങ്ങിച്ചു. മോളെ കൊണ്ട് വാങ്ങിപ്പിച്ചോണ്ട്, മോളെ കൊണ്ടുപോവാ. നമ്മൾ അസിസ്റ്റന്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എന്തോ അമ്മ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിപ്പിച്ചിട്ട് എണ്ണ ഇടണം പോലും. ഞാൻ കൂടെ ആയിട്ട് നിൽക്കുന്നോണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ വന്നിട്ട് എണ്ണ അയക്കാതെ പറഞ്ഞ് മുടി വരെ കെട്ടി. സിസർ എന്തിയോ മോളെ? ആ സിസർ എടുത്തോണ്ട് വന്നേ, ഒന്ന് കട്ട് ചെയ്യട്ടെ. അപ്പം നമുക്ക് ഹെന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം പോയി ഒരു ബ്രഷൊക്കെ വാങ്ങിച്ചു. ഈ വെള്ള കളർ മേളിലുള്ളത് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മ? കറുപ്പ് കളറുള്ളതല്ലേ വാങ്ങിക്കാൻ പറഞ്ഞേ? തുറന്നു നോക്കാൻ പറ്റത്തില്ലല്ലോ. ദാണ്ട ഇങ്ങനെ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, എനിക്കിപ്പോൾ തലയിൽ ഹെന്ന അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതുപോലുള്ളൊരു ടെയിലുള്ള ഒരു കോമ്പും ഇങ്ങനെ ഒരു ബ്രഷും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കയ്യിലൊക്കെ ആവത്തുമില്ല. അതുകൊണ്ട് ഞാൻ പോയി ഇതൊരെണ്ണം സംഘടിപ്പിച്ചു. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി നല്ല ക്ലിയർ ആയിട്ട്, ഉടക്കൊക്കെ നല്ല വൃത്തിയായിട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ ഒരാളുടെ ഹെൽപ്പ് ഉള്ളതാണ് എപ്പോഴും നല്ലത് മുടിക്ക്. എന്നിട്ട് നല്ലപോലെ വൗരെടുത്ത് കൊടുക്കണം. നമുക്കാകുമ്പോൾ നമ്മൾ വെള്ള മുടിയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ മോളെ. കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ തല? ഉള്ളത് കാണാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ വൗരായിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യണം. കുറച്ച് അപ്ലൈ ചെയ്യുന്ന കാണിക്കാം. ഇനി എല്ലാം അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മളിങ്ങനെ ഓരോ വൗരായിട്ട് എടുക്കുക. അവരായിട്ട് എടുത്തതിന് ശേഷം ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഫുള്ളായിട്ട്. ഇതിപ്പോൾ മോള് ഓരോ മുടിയായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ഫസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യടാ, ഉച്ചിയിലെല്ലാം. കാരണം ഉച്ചിയിലല്ലേ ആദ്യം വേണ്ടത്. ആ വെള്ളമുടിയിലെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ
തലയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൈ വെച്ചൊക്കെ അപ്ലൈ ചെയ്ത് കണ്ടോ, കയ്യിലൊക്കെ കളർ സ്റ്റെയിൻ പിടിച്ച്. അപ്പോൾ നല്ല പോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് വാരി കെട്ടിവെക്കാം. കെട്ടിവെച്ചതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് ഇട്ട് വെച്ചേക്കുക. അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ അങ്ങ് വിട്ടേക്കുക. ഒരു 4 തൊട്ട് 5 മണിക്കൂറെങ്കിലും, എത്ര മണിക്കൂർ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നോ അത്രത്തോളം നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ കളർ ഇറങ്ങും. മെഹന്തിയുടെ കളർ, അതായത് ഈ ഒരു മറുതാണി മൈലാഞ്ചിയുടെ കളർ നല്ല പോലെ ഇറങ്ങിയാലാണ് നമ്മൾ ഇൻഡിഗോ ഇടുമ്പോൾ നല്ല പോലെ ആ ഒരു ഇത് കിട്ടുക, എന്ത് പറയുന്നത്, കളർ കറക്റ്റ് കറുപ്പായിട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല മൈലാഞ്ചി നോക്കി തിരഞ്ഞെടുക്കണം. നല്ല പോലെ സ്റ്റെയിൻ ഉള്ള മൈലാഞ്ചി വേണം ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ വേണം നിങ്ങൾ വാഷ് ചെയ്ത് കളയാനായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ 1 മണിയാവുന്നു, അപ്പോൾ 2, 3, 4, 5 ഞാനൊരു 5 മണിയാവുമ്പോഴേ എന്തായാലും കഴുകുന്നുള്ളൂ. അത്രയും നേരം ഇരിക്കട്ടെ, നല്ലപോലെ ഉണങ്ങി പിടിച്ചതിന് ശേഷം നോർമൽ പൈപ്പ് വെള്ളത്തിൽ നല്ല പോലെ വാഷ് ചെയ്ത് നല്ല തല ഉണക്കി സൂക്ഷിക്കുക. ചെറുതായിട്ടൊരു ഡ്രൈനെസ് ഉണ്ടാകും, അത് സാരമില്ല. താഴോട്ട് വേണമെങ്കിൽ കുറച്ചൊരു ഡ്രോപ്പ് കയ്യിൽ എണ്ണ എടുത്തിട്ട് ഒന്ന് തേച്ച് നല്ലപോലെ ചീകി രാത്രി നിങ്ങൾ നല്ലപോലെ മസാജ് ചെയ്ത് വാരി ഉടക്കൊന്നുമില്ലാതെ നല്ലപോലെ വാരി കെട്ടിവെക്കണം. കഥ കടഞ്ഞു പോയി. നാളെ നമുക്ക് ഇൻഡിഗോ ഇടേണ്ടതാണ്. അതുകൊണ്ട് ഇൻഡിഗോ ഇടുമ്പം വീണ്ടും മുടി ഒന്നും കൂടെ ഒന്ന് റഫ് ആകും. ഇൻഡിഗോ ഇടേണ്ട രീതി നാളെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക, ഒന്നും വേണ്ട. ഇൻഡിഗോ ഇട്ട് ഉണ്ടാക്കി അപ്പം തന്നെ തലയിൽ തേക്കണം, അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക. ഇപ്പം നമ്മൾ ഇട്ട് വെച്ച് കഴുകി നിങ്ങൾ നല്ലപോലെ മസാജൊക്കെ ചെയ്ത് മുടി വാരി കെട്ടി വെക്കുക. നാളെ ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളൊരു ഹെയർ കെയർ ചലഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇന്നും ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ. അവർക്കൊക്കെ അറിയില്ലായിരിക്കും എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഇട്ട് നല്ലപോലെ ഫസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങൾ കളർ പിടിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ഹെന്ന അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ആഴ്ചകളിൽ നമ്മൾ കറക്റ്റായിട്ട് നീലയമരി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും ഒന്നും അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. കറക്റ്റായിട്ട് നമുക്ക് നല്ല കളർ കിട്ടിക്കോളും കേട്ടോ. പെട്ടെന്നല്ലല്ലോ, വെള്ളമുടി എന്ന് പറയുന്നത് നമുക്കൊരു പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതിനെ സന്തോഷത്തോടെ നമ്മൾ മനസ്സിൽ സ്വീകരിക്കുക. പിന്നെ അതിനെ കറുപ്പാക്കി നമ്മളെ കൊണ്ട് വെക്കുന്ന പറ്റുന്നിടത്തോളം ഒന്ന് ഹെന്നയൊന്നും ഡൈ ഒന്നും ഉപയോഗിക്കാതെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ഞാൻ ഇപ്പോൾ കഴുകുന്നൊന്നും കാണിക്കുന്നില്ല, കാരണം കുറേ നേരം വെച്ചേക്കാം. ഒരു 5 മണി വരെ നമുക്ക് വെച്ചേക്കാം. വെച്ചിട്ട് അത് കഴുകാം. നാളെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇൻഡിഗോ നമുക്ക് നാളെ ഇടാം. കാരണം ഇന്നിട്ട് പിന്നെ നമ്മൾ കഴുകുമ്പോൾ ലേറ്റ് ആകുമ്പോൾ മുടിയിൽ ഒരുപാട് ഇതായി പോകുമല്ലോ. പിന്നെ നീരൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കഴുകിക്കോളൂ. 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് കഴുകിക്കോളൂ. അല്ലാതെ വേറെ വഴിയില്ലല്ലോ നമുക്ക്. അല്ലാത്തവർക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.